ഞാൻ വണ്ടി എടുത്ത് വന്നപ്പോ വൈപ്പറിട്ട് ഞാൻ കാണിച്ചു നിന്നോട് നീ വലത്തോട്ടെടുക്ക്. എടാ കണ്ടവന്റെ വണ്ടി ഓടിക്കുമ്പോ മാന്യമായിട്ട് ഓടിക്കണം. 28 വർഷത്തെ എന്റെ കാത്തിരിപ്പാണ്. മിന്നൽ മുരളിൽ മൊത്തം ഡയലോഗ് നീ പറഞ്ഞു തീർത്തു. കുരയ്ക്കാത്ത പട്ടിയുടെ വായിൽ അണ്ണാക്കിൽ കോലിട്ട് കുത്തരുന്ന് മനസ്സിലായി. എടാ ബിജോയ്, എന്താടാ? എടാ നീയേ ഒന്ന് സ്റ്റേഷൻ വരെ വാടാ. എന്താടാ പ്രശ്നം? എന്താണ്? എടാ വണ്ടിയോ തട്ടിയടാ. എന്റെ നിനക്ക് ഇത് തന്നെ പണിയാണ്. കഴിഞ്ഞ നിന്റെ വണ്ടി കിട്ടിയല്ലോ. എടാ അതെന്റെ കുഴപ്പമായിരുന്നു, പക്ഷെ ഇത് എന്റെ കുഴപ്പമല്ല. ഒരു തമിഴിന് എന്റെ വണ്ടിക്കിട്ട് വന്ന് കയറ്റി കിടന്ന് ഷോ കാണിക്കുന്നു. നീ നമ്മുടെ സ്റ്റാൻഡിലുള്ള എല്ലാവരും വിളിച്ചോടാ. നീ ഒന്ന് പോയടാ അവിടെ നിന്ന്. നിനക്ക് ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞ് ഈ ഓട്ടോ സ്റ്റാൻഡിൽ കിടക്കണ എല്ലാവരും ഓട്ടങ്ങൾ അങ്ങോട്ട് വന്നാ നീ അങ്ങനെ സോൾവ് ചെയ്തിട്ട് വാ. എടാ ഒന്ന് വാടാ, ഇവന് ഇവിടെ കിടന്ന് ഭയങ്കര ഷോ കാണിക്കുന്നു. എടാ ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവസാനം നീ തന്നെ കേസിലെപ്പെടുത്തിയ സോൾവ് ചെയ്തിട്ട് വന്നേ. വെച്ചിട്ട് പോയാ എന്താടാ ഒരു ആവശ്യം വരുന്ന സമയത്താണ് നീ വക വർത്തമാനം പറയുന്നത്. എനിക്കറിയാടാ എന്ത് ചെയ്യണമെന്ന് കേട്ടോ. ഒരു അപകടം വന്ന് വിളിച്ചപ്പോഴേ വരത്തില്ലെന്ന്. അടുത്ത ആഴ്ച അവൻ്റെ വണ്ടി കിട്ടിടി. അപ്പോൾ അവന് മനസ്സിലായി എൻ്റെ വിഷമം എന്താന്ന്. എന്താടാ വിളിക്കുന്നത്? എന്നാ ചേട്ടൻ? നീ ഒന്നും പറയണ്ട. ഒരു വണ്ടിയായിട്ട് ഇടിച്ചു. അതിപ്പോ ഞാനും ഡ്രൈവർ, ചേട്ടനും ഡ്രൈവർ. എടാ നീ നോക്കടാ, ഈ കിടക്കണ ചോറാണ്ടാ. ചേട്ടാ ചോറ് സംബന്ധിയല്ല ചേട്ടാ. ഞാൻ നല്ല മീൻകറിയും ചോറും വാങ്ങിച്ചേരാൻ കാരണം ഇത് കേസാക്കരുത്. എനിക്കിട്ട് കൂട്ടണ്ടാ നീ. എന്റെ ഈ ഒരൊറ്റ ഓട്ടോ കൊണ്ടാണ് ഞാൻ എന്റെ കുടുംബം നോക്കണം. അറിയോ എനിക്ക്? ചേട്ടന്റെ ഓട്ടോ ചേട്ടന്റെ ചോറ്, ഇന്ന ലോറിയാണ് എന്റെ ചോറ്. ഞാനിവിടെ പിടിച്ചു കൊടുക്കാനൊന്നും വന്നാലോ. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് നഷ്ടപരിഹാരമായിട്ട് നീ 50,000 രൂപ തരിക, ഇല്ലെങ്കിൽ ഞാൻ കേസായിക്കോളാം. എന്താ ചേട്ടാ കേസാക്കല? എടാ എനിക്ക് നിന്നോട് പറയാൻ താല്പര്യമില്ല, നീ പോ. വണ്ടി അല്ല ചേട്ടാ ഇത്. അത് വണ്ടി ഗവർണറുടെ വണ്ടി. അപ്പൊ ഞാൻ ഓട്ടം വന്ന് എനിക്ക് അവിടുന്ന് ഓടിക്കൊണ്ടുമ്പോ വണ്ടിക്കാസ് പണിക്കാസ് തരും, അത്രേ ഉള്ളൂ. എടാ കണ്ടവന്റെ വണ്ടി ഓടിക്കുമ്പോ മാന്യമായിട്ട് ഓടിക്കണം, അല്ലാതെ എന്റെ നെഞ്ചത്തോട്ട് കയറി ഓടിച്ചിട്ടല്ല നീ വർത്താനം പറഞ്ഞ. മനസ്സിലായി? ചേട്ടാ കേസാക്കാതെ ഇരിക്കണ. ഇപ്പൊ നമ്മള് ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്താൽ കേസാക്കിയാൽ ഇത് ശരിക്കും ചേട്ടന്റെ കംപ്ലൈന്റ് ആണ്. ശരിക്കും എന്താണ് ചേട്ടന്റെ കംപ്ലൈന്റ് ആണ്? എടാ എങ്ങനെയാടാ? എടാ HMT ജംഗ്ഷനില് ഞാൻ അവിടെ കിടക്കുന്നു, നീ അവിടുന്ന് വണ്ടിയായിട്ട് വരുന്നു, ഞാൻ നേരെ അങ്ങോട്ട് വണ്ടിയായിട്ട് വരുന്ന സമയത്ത് ഇവിടെ ഞാൻ പറഞ്ഞില്ല. എന്നെ അവിടെ നിന്ന് പോലീസുകാരൻ പറഞ്ഞു പൊക്കോ കൈ കൊണ്ട് കാണിച്ചു. ചേട്ടനാണ് വന്ന് വട്ടം. എടാ ഞാൻ ഈ വക പോലീസുകാരൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല, മനസ്സിലായോ? ഞാൻ ഒരുത്തന്നെ ഞാൻ മൈൻഡ് ചെയ്തത്. ഞാൻ വണ്ടി എടുത്ത് വന്നപ്പോ വൈപ്പറിട്ട് ഞാൻ കാണിച്ചു നിന്നോട് നീ വലത്തോട്ടെടുക്ക്. നീ ലൈറ്റ് ഡിം അടിച്ചാ? നീ കണ്ണടച്ചു, അതായത് നീ ഉറങ്ങിപ്പോയി. നീ ഉറങ്ങിക്കൊണ്ട് എന്റെ വണ്ടിയെ കൊണ്ടിരിച്ചു. ലോറി എന്റെ ചോറ്, ഓട്ടോ എന്റെ ചോറ്. ലോറി ഓടിക്കുമ്പോ ഇന്ന് ഉറങ്ങിയിട്ടില്ല ഞാൻ. കാരണം ഇന്നലെ എനിക്ക് നൈറ്റ് കോയമ്പത്തൂർ പാലക്കാട് റൂട്ട് സ്ട്രൈറ്റ് റോഡ് ആക്സിലേറ്റർ പ്രസ് പണിട്ട് അതിന്റെ മുകളിൽ ഒരു കട്ട എടുത്ത് വെച്ചിട്ട് ഞാൻ സൈഡിലെ പടുത്ത് നല്ല തൂങ്ങി. ആ ഉറക്കം നീ ഇവിടം വരെ ഉറങ്ങി? ഇല്ല, അതോടെ ഉറക്കം തീർന്നു ചേട്ടാ. കുഴപ്പമൊന്നുമില്ല. ഇല്ല നമ്മൾക്ക് ഇതൊന്ന് കോംപ്രമൈസ് ആക്കിയിട്ട് എനിക്ക് നാട്ടിൽ പോകണം ചേട്ടാ. കോംപ്രമൈസ് ചെയ്യാം. ഒരു 50,000 രൂപ നീ തന്നേക്ക്, അതിന് നീ ഒപ്പോ, അല്ലെങ്കിൽ ഞാൻ കേസ് ആയിക്കോളാം. 50,000 രൂപ അവിടെ ഒരു ഇത്തിരി സളങ്ങിയല്ലേ ചേട്ടാ? എടാ ഇത്തിരിയാണോ? മോന്തക്കെട്ടിയാ വീഴാ വണ്ടി കിടക്കണോ? പപ്പടം പൊടിഞ്ഞു കിടക്കണോ? ചേട്ടാ അന്ത വട്ടം സാധിച്ചില്ല ചേട്ടൻ. ആ സമയത്ത് ഞാൻ എന്തുമാത്രം ബലം പിടിച്ചിട്ടാണ് ബ്രേക്ക് ഇട്ടിട്ട് അറിയോ? ആ ബ്രേക്ക് കിട്ടിയില്ലാണെങ്കിൽ ചേട്ടന്റെ വണ്ടി ഈ പപ്പടമല്ല വാൾ പോസ്റ്റ് പോലെ ആയി പോനെ. ചേട്ടൻ വല്ല ഡെഡ് ബോഡി വല്ല കവറിൽ മാറിക്കൊണ്ട് കലികരിക്കരുത്. എന്റെ തല പോയിട്ടാണ് ചില്ലിലടിച്ചത്. കടാ മുളച്ചിരിക്കണം. എടാ ഈ ഒരു ചെറിയൊരു വാട്ടം ഉണ്ടാകാനാണ് നീ പറഞ്ഞത്. ആ വണ്ടിയൊന്നും ഞാൻ ചാടിയില്ലായിരുന്നെങ്കിൽ എന്റെ ജീവൻ പോയനെ. മനസ്സിലായോ? വണ്ടി ഓടിക്കാതെ ഒരുപാട് പേരുടെ ജീവൻ പോകില്ലായിരുന്നു. എന്നാടാ നീ എന്നാടാ വർത്തമാനം പറയണത്? നീ എന്താടാ നീ എന്താണ് പറഞ്ഞു പോണത്? എന്താണ് സാറേ ഇതിപ്പോ നിങ്ങളുടെ നാട്, നിങ്ങളുടെ ഊര്, നിങ്ങൾക്ക് കരാട്ട കാണിക്കാം, തണ്ട് കാണിക്കാം. തണ്ടാണോ? നിങ്ങൾ ചാട കാണിക്കാം. പക്ഷെ എന്റെ ഊര് തെങ്കാശി അങ്ക വന്ന് ഇന്ന മാതിരി കരാട്ടെ കാണിച്ച എന്ത് കാണിക്കും നീ? അന്റെ ഊർമക്കളെല്ലാം ചേർന്ന് ചേട്ടന്റെ ഊറും സർവത്ര ഊറും. നിക്കറി ഡാമ അവിടുന്ന് ഓടും. എടാ നീ നിക്കുന്നോടത്ത് നീ അനങ്ങിയ അടിച്ചിന്റെ കാരണം കൂടി അടിച്ച് വിളിക്കും. നിന്റെ നാട്ടില് തിണ്ണത്തിലാണ് എന്ന് പറയുന്നത് കേട്ടാ. നീ പോകണ്ട, നീ പൈസ തന്നിട്ട് പോയാൽ മതി. നീ എന്താ അവിടുത്തെ വർത്താനം? നീ നിന്റെ നാട്ടിലെ കാര്യം പറഞ്ഞെന്താ? രണ്ടുപേരും കുഴപ്പമില്ല, നിന്റെ കുഴപ്പത്തിന് നീ പൈസ തന്നേച്ചാൽ മതി. നീ പെട്ടടാ പെട്ട്. ഇതേ വെഹിക്കിൾ വന്നിട്ടുണ്ട്, എന്നെ കൊണ്ട് ഇവിടെ നക്ഷത്രം എണ്ണിക്കും ഞാൻ. എൻ്റെ പൊന്നു സാറേ, അവൻ മുടയാ സാറേ. അവനെ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ ഒലത്തിക്കളയെന്ന് പറയുന്നത്. അവനെ വിടണ്ട, കേസായിക്കോ. അല്ല സാറേ, വെഹിക്കിളാണ് ഇവിടുത്തെ.
വെഹിക്കിളാണ് സാറേ. എന്റെ മാമാവിടെ അതേ ഫേസ് കട്ട്. ആ എന്റെ അങ്കിൾ അവിടെ നാട്ടിലെ ഊരില് മാമ അല്ല സാറേ, ഇതൊന്ന് കോംപ്രമൈസ് ആക്കി കൊടുക്കും സാറേ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. അത് നാളെയാണ് ശാന്തി മുഹൂർത്തം. അപ്പൊ നാളെ ചെല്ലണം. മല്ലി എനിക്ക് വേണ്ടിട്ട് അവിടെ കാത്തിരിക്കണം. മല്ലി നമ്മുടെ മനേവി, പുതുമനേവില്ലേ, അവൾ കാത്തിരിക്കുകയാണ്. അപ്പൊ കേസാക്കാതെ വിടണം. സാറെ കേസാക്കേണ്ട ഒരു വർത്താനം അല്ല അവൻ പറഞ്ഞത്. അവൻ അവിടെ അഭ്യാസം കാണിക്കുക. സാറ് ഒരു കാര്യം മനസ്സിലായി, മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചിട്ട് എന്റെ വണ്ടി കിടപ്പുണ്ടോ സാറേ? 50,000 രൂപ നഷ്ടപരിഹാരം ചോദിക്കണം. വെറും 30,000 രൂപ വില ഉണ്ടാവുള്ള വണ്ടി. അത് ആ പറഞ്ഞ ന്യായം. 40,000 രൂപയുടെ വണ്ടിയാണ്, ഒരു കച്ചവടം ഒരു 35,000 രൂപയ്ക്ക് സെറ്റ് ആക്കാം. അല്ല സാറ് കേട്ടോ, അതായത് 40,000 രൂപ വിലയുള്ള വണ്ടി സടങ്ങിയതിന് 50,000 രൂപ നഷ്ടപരിഹാരം ചോദിക്കും. എടാ നീ ഇടിച്ചില്ലായിരുന്നു 1,00,000 രൂപ വിലയുള്ള ഓട്ടോടാ. ഇല്ല സാറേ, എനിക്ക് കേസാക്കണം. പ്രശ്നക്കാർ ഇയാൾ വണ്ടി കൊടുത്ത് എല്ലാവർക്കും കൊണ്ട് ഇടിക്കുന്ന ഇല്ല സാറേ, എന്റെ ഭാഗത്തല്ല സാർ തെറ്റ്, ഇവന്റെ ഭാഗത്താണ് മൊത്തം തെറ്റ്. സിഗ്നലേ നോക്കൂല സാറേ, എന്റെ ഭാഗത്തല്ല സാറ് തെറ്റ്. സാറ് പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ HMD ജംഗ്ഷനിലെ കാര്യം, അത് എന്റെ ഭാഗത്തല്ല തെറ്റ്. റെഡ് സിഗ്നൽ കത്തിക്കിടക്കുന്നു, തൊട്ട് ഫ്രണ്ട് ഒരുത്തം ബൈക്കോട്ട് നിൽക്കുക. റെഡ് സിഗ്നൽ കത്തിക്കിടക്കുന്നത് കണ്ടുകൊണ്ട് അവൻ വണ്ടി എടുത്തോണ്ട് ഒരു ഒറ്റപ്പോക്ക്. അവൻ ആരാണെന്ന് അറിയാൻ വേണ്ടി പുറകെ ഞാനങ്ങ് വെച്ച് പിടിച്ച് എന്നെ മാത്രം സാറ് പിടിച്ചു, അവനും വെറുതെ വിട്ടു. അത് മോശമായിപ്പോയി സാറേ. അത് മൂട്ടി ഓടിച്ചിട്ട് അല്ല, ഞാൻ റോട്ടിൽ നോക്കിയായിരുന്നു ഞാൻ വണ്ടി ഓടിച്ചത്. പക്ഷെ വണ്ടിക്ക് ബ്രേക്ക് കുറവുണ്ടായിരുന്നു. എടാ, അത് നന്നാക്കാൻ വേണ്ടി പോയപ്പോഴാണ് നിന്റെ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചത്. അത് നന്നാക്കാൻ പോയതാണ് സാറേ, അപ്പോഴല്ലേ ഇവൻ കൊണ്ട് വണ്ടി ഇടിച്ചത്. എന്താന്ന് വെച്ചാൽ സംസാരിച്ച് 50,000 രൂപ വന്നിട്ട് നീ പൊക്കോ, നിന്റെ ശാന്തി. തമിഴന്മാരായിട്ട് തല്ലുപിടിച്ചത് ഇവിടെ കിടക്കുന്ന കിടക്കുന്നത്. അത് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ച് സംസാരിച്ച് നിങ്ങൾ ഫോൺ വിളിക്കും കേട്ടോ. ആമല്ല, ഞാൻ എന്റെ ശാന്തി മുഹൂർത്തം ശരിയാക്കിയരാ. നല്ല മനുഷ്യൻ. ഇവിടുന്ന് പോകും. അണ്ണാ അണ്ണാ, എന്താടാ? എനക്കൊരു അണ്ണൻ ഇരുന്നത്. അതിന് பார்த்தா உங்களை மாதிரி தான் இருக்கு. உங்களோட മുഖം പോലെ തന്നെ ഇരുന്ന സത്ത് പോയി. പേപ്പട്ടി കടിച്ച സത്ത് പോയത്. സാറിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് ആ പട്ടിയെ ഓർമ്മ, അണ്ണനെയാണ് ഓർമ്മ വന്നത്. അതാണ് അണ്ണനെ പോലെ കണ്ടിട്ട് അണ്ണൻ. എടാ മരപ്പട്ടി, നീ വിഷയം മാറ്റൊന്നും വേണ്ട. എൻ്റെ ഓട്ടോയുടെ കാര്യത്തിനകത്ത് തീരുമാനം ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ കേസാക്കുക. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അണ്ണാ, ഞാൻ പൊഴക്ക് ഇങ്ങ വന്നത്. എടാ നീ മുതലാളിയെ വിളിച്ച് പറഞ്ഞപ്പോഴാ കാതലിച്ചിരിക്കാ. കാതൽ എന്നാ തെരയുമാ உங்களுக்கு? അങ്ങനെ പറയല്ലടാ. 28 വർഷത്തെ എൻ്റെ കാത്തിരിപ്പാണ് മല്ലി. മൊത്തം പറഞ്ഞു തീർക്കുക. മിന്നൽ മുരളിൽ മൊത്തം ഡയലോഗ് നീ പറഞ്ഞു തീർക്ക്. மின்னல் முரளி அல்ல சார், இந்த முருகனோட லைஃப். அந்த மல்லிகை கல்யாணம் കഴിച്ച அவளு எனக்காகவும் வீட்டில் காத்துட்டு இருக்குது. நான் செல்லா, ഞാൻ ചെന്നില്ല, അവള് സത്യ കളയും. നിനക്കറിയോടാ ശാന്തി മുഹൂർത്തത്തിൽ എടാ, നിനക്കറിയോ ഈ ഓട്ടോ ആയിട്ട് ഞാൻ വീട്ടിൽ ചെന്നില്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയാവടാ. മര്യാദക്ക് കാശ് താടാ. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു കേസാക്കല, എന്നെ വീട്, ഞാൻ നാട്ടിൽ പോട്ടെ. നീ പോകണമെങ്കിൽ നീ കാശ് തന്നിട്ട് നീ പോയാ മതി. എന്നടാ എന്താടാ കയ്യറാ എട്രാ കയ്യേ? നീ എന്താടാ നിന്റെ സ്വഭാവം മാറിയതാ? തമിഴിനെ ഉനക്ക് தெரியாதா? தமிழ்நாட்டுல யாரெல்லாம் இருக்கு தெரியுமா? நீ ஆரே எனக்கு എന്താ? கவுண்டர் லோரிடா நான் ஓடிக்கிறது. கவுண்டர் லோரி அந்த விஜய் அறிவருக்கு, விஜய் மாஸ்டர் விஜய் அறிவருக்கு ஒரு ഒറ്റ നോട്ടിലേക്ക് ടക്കന 10-100 പേരെ ഇടിച്ചിരുവാ അവിടെ. എടാ ഒരു നിമിഷം കൊണ്ട് നിന്റെ സ്റ്റൈൽ മാറിയല്ലടാ. രജനി தெரியுமாடா? രജനി 100-200 പേര് വരട്ടും കാലാല ഒരൊറ്റ ഓടെ തീർന്ന പോയിട്ടാ അന്ത ഊരിൽ നിന്ന് പറഞ്ഞിട്ടാ ഞാൻ. എടാ നീ പറഞ്ഞ രജനിയും വിജയും ഒക്കെ ഉണ്ടല്ലോ, ഞങ്ങള് മലയാളിക്ക് അവർക്ക് അതുകൊണ്ട് നീ കാശ് വെച്ചിട്ട് പോയാ മതി. വേണ്ട, ഒരു നമ്പർ ഇറക്കി നോക്കി കേട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഒഴിവാക്കാനായിട്ടുണ്ടെങ്കിൽ ഒരു മാർഗം. ഒറ്റ കാര്യമുണ്ട്. നിന്റെ വിജയ് ഉണ്ടല്ലോ, വിജയ് അണ്ണൻ വിളിച്ചിട്ടൊരു 50,000 രൂപ തരാൻ പറ. അല്ലേ വേണ്ട,
രജനീകാന്തിനെ വിളിച്ച് പറ. ചേട്ടാ ഞാൻ ഈ വണ്ടി വേറെ ആളുടെ വണ്ടി ഞാൻ ഓടിച്ച് അവിടെ ഊരിൽ കൊണ്ട് വണ്ടി കൊടുത്തു കഴിയുമ്പോൾ 8,000 രൂപ കിട്ടും. ആ 8,000 രൂപ ഞാൻ ചേട്ടന് അയച്ചു തരാം. അടുത്ത ട്രിപ്പ് ഞാൻ ഇത് എന്താ മാതിരി കോയമ്പത്തൂർ പാലക്കാട് ഓടി ഇന്ത കൊച്ചിയിൽ വന്ന് തിരുമ്പി പോയി ഊരിലെത്തുന്നത് കഴിയുമ്പോൾ വീണ്ടും 8,000 രൂപ തരും. എടാ നിനക്ക് എന്നാടാ അപ്പോൾ ഓട്ടോ എന്നാ നിനക്ക്? അല്ല വണ്ടിയിൽ എന്നെ കേട്ടണേന്നൊന്നും എനിക്കറിയാൻ പാടില്ല. വണ്ടി ടാങ്കറിൽ ഓടിയില്ലേ, അതിന്റെ പുറകിലല്ലേ ടാങ്ക്, ഞാൻ കാണൂലല്ലോ. എന്തോ കേട്ടു, ഞാൻ വണ്ടി ഓടിക്കും, ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തും, അവരിറക്കും, ഞാൻ വണ്ടി എടുത്ത് ഊർക്ക് പോകും. 8,000 രൂപ കിടക്കും. 8,000 രൂപ കിട്ടും. ഒരു ഓട്ടത്തിന് 8,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് സംഭവം പിടിയിട്ട് നിനക്ക് സ്മഗ്ലിംഗ് ആണ് പരിപാടി. നീ വെപ്രാണം പിടിച്ച് വണ്ടി ഓടിച്ചു, എൻ്റെ ഓട്ടോയിൽ വന്ന് ഇടിച്ച് കയറ്റി എൻ്റെ വണ്ടി തകർന്നു. പൈസ തന്നാൽ നിനക്ക് പോവാം. നിങ്ങൾ അപ്പോൾ കോംപ്രമൈസ് ഇല്ല? ഇല്ല. ഇല്ലല്ലേ? ആ എന്ത് ചെയ്യും? ஒரு நம்பர் இருக்குது. இது வந்து சீரியஸ், இது வந்து சீரியஸ். சாரே ஓடி வாங்க சாரே. இந்த ஆளு എല്ലാം കോംപ്രമൈസ് ആക്കി. കോംപ്രമൈസ് ഇല്ല, കേസായിക്കോ സാറേ. പിന്നെ എവിടെ കിടന്ന് അഭ്യാസം കാണിക്കും കാണി സാർ? ഇല്ല, ഒരു സോൾവും ഇല്ല. കേസ് ഞാൻ എടുത്തോണ്ട് വരാം സാറേ. ടാക്സ് ഓക്കെയാണ്, ഇൻഷുറൻസ് ഓക്കെയാണ്, എന്നാ സാറേ എല്ലാം ഓക്കെയാണ്. അതെ 2018 വണ്ടി മേടിച്ചപ്പോ അവർ പറഞ്ഞായിരുന്നു ഇല്ല. അല്ല അവർ അന്നേ പറഞ്ഞായിരുന്നു ബുക്കും പേപ്പറും ഓക്കെയാണ്, ഇനി നോക്കേ വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞാനതുകൊണ്ട് നോക്കിയില്ല. കേസ് കൊടുത്താലുണ്ടല്ലോ അവന് ബുക്കും പേപ്പറും ക്ലിയർ അല്ലല്ലോ, മനസ്സിലാവുണ്ടോ? എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്നത് നല്ലത്. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം, സാറ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞോട്ടെ. അത് പറഞ്ഞു. ഓക്കെ സാറേ, സാറ് പറഞ്ഞുകൊണ്ട് മാത്രം സാറിൻ്റെ വില ഞാൻ മാനിക്കുന്നു കേട്ടോ. എടാ കേസില്ലാതെ, കേസും ഒന്നുമേ ഇല്ല, നിങ്ങ ഊറ് വിട്ട് പൊക്കോ പൊക്കോ. കോംപ്രമൈസ് വേണ്ട സാർ, ഇത് കേസാക്കണം സാർ. വേണ്ട വേണ്ട സാറേ. അവന് ശാന്തി മുഹൂർത്തം സാറേ, ശാന്തി ഉണക്ക് ശാന്തി മുഹൂർത്തം. എന്റെ ശാന്തി മുഹൂർത്തം അവിടെ കിടക്കട്ടെ, എന്റെ മല്ലി വേറെ ആരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. എന്നാലും ഉണ്ണനാ വിട പോട്ടെ. എന്താ എന്താണ് വലിയ പ്രശ്നങ്ങളുണ്ടാവും. ക്ലിയർ അല്ലാത്ത കാരണം നിനക്ക് എന്താണോ വേണ്ടേ? ഊറ് വിട്ട് ഊറ് വന്നിട്ടാ നീ എത്ര സമയം എന്നെ വിട്ടിട്ട് മെഴുകിടാ. വേണ്ട വേണ്ട കേസ് വേണ്ട, കേസ് വേണ്ട. എന്റെ വണ്ടിയുടെ ബമ്പർ പോയിട്ടുണ്ട്, എന്റെ നെറ്റ് പോയിട്ടുണ്ട്, ഒരു 10,000 രൂപ കൊടുത്ത കോംപ്രമൈസ്. എടാ എന്റെ ഓട്ടോ പോയി, ഞാൻ കോംപ്രമൈസ്. നീ കാശായിടാ, 10,000 രൂപ എല്ലാം കോംപ്രമൈസ്. 10,000 രൂപ 10,000 ഇല്ല, 1000 രൂപ തരൂ. എന്നാത്ത കൂടെ புரிஞ்சுதா? தமிழ்நாடு கழிச்சா எப்படி இருக்குன்னு தெரிஞ்சா மாமா எல்லாம் காம்ப்ரமைஸ் ஹாப்பியாയി മല്ലിക്കിட்ட പോണ ശാന്തി മുഹൂർത്തം. താങ്ക് യു സാറേ, ഒരുപാട് ഒരുപാട് സന്തോഷം. സാറ് ഒന്നില്ലായിരുന്നു വിട്ടുപോനെ. ഓക്കെ സാറേ, വണ്ടി കൊണ്ടുപോയിട്ടെ ക്രെയിൻ എടുത്ത് കൊണ്ടുപോകണം. വണ്ടി ശരിയാക്കാൻ വേണ്ടി പോകണം. ഇത് ബുക്കും ഇത് അടച്ചിട്ട് വേണം പോകണമെങ്കിൽ, ഇതിൻ്റെ ഇൻഷുറൻസും ടാക്സും. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ഇല്ലെങ്കിൽ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. പറ്റില്ലേ? പറ്റില്ല. ഉള്ളതുണ്ടോ? ഉള്ളതല്ല, അന്യ സംസ്ഥാനത്തേക്ക് പോയായിരുന്നു സാർ. ഉണ്ടെങ്കിൽ കർണാടക ആകെ ഇതേ ഉള്ളൂ സാറേ. എങ്ങനെ ഒരു കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായി. എന്ത്? കുരയ്ക്കാത്ത പട്ടിയുടെ വായിൽ അണ്ണാക്കിൽ കോലിട്ട് കുത്തരുന്ന് മനസ്സിലായി.